കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 38-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുൻപിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 38-ാം സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അപ്പോൾ തന്നെ ഇതൊരു ജ്ഞാപക സങ്കീർത്തനമാണ്. ജ്ഞാപകം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു മെമ്മറി തിരിച്ച് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്കിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. അവിടെ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് 9-ാം വാക്യം. കർത്താവേ, എൻ്റെ ആഗ്രഹം ഒക്കെയും നിൻ്റെ മുൻപിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്തുവാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? രണ്ട് ഭാഗങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുൻപിലിരിക്കുന്നു. അടുത്ത് പറയുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതും ഇല്ല. എന്താണ് ഈ വാക്യങ്ങളെന്ന് നമ്മളൊന്ന് കണക്ട് ചെയ്തൊന്ന് ചിന്തിച്ച്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഭാഗമാണ് ആഗ്രഹങ്ങളെന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എല്ലാ മനുഷ്യർക്കും, എല്ലാ വ്യക്തികൾക്കും, അല്ലെ, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യകാലത്തിലായിരിക്കുന്ന പ്രായത്തിലുള്ളവർക്ക് വരെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമാണെന്ന് പറയാം ആഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിൽ കൊതിക്കുന്നതായ പല വിഷയങ്ങളുണ്ടല്ലേ. ഈ ആഗ്രഹവും കൊതിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസലോ. അപ്പം ആഗ്രഹങ്ങൾ പലതും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്തൊക്കെ, അല്ലെങ്കിൽ ഫാമിലി ലൈഫിനകത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ വയ്ക്കാറുണ്ട്. എന്നാൽ ചില ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിവരെ നടക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ പറ്റി ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്ന വാക്കെന്താണ്? കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ മുമ്പിൽ ദാവീദിൻ്റെ ആഗ്രഹങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഈ ലോകത്തിലെ, ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികൾക്കോ, ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തെന്ന് കരുതുന്ന പ്രിയപ്പെട്ടവർക്കോ ഒന്നും ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ കഴിയണമെന്ന് ഇല്ല. നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഹൃദയത്തെ വായിക്കാൻ കഴിയുന്ന മനുഷ്യനിൽ ഉലകത്തിലില്ല, അല്ലേ? സ്തോത്രം. ഹൃദയത്തെ വായിക്കാൻ കഴിയുന്ന ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ച്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും നന്നായി അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലേ? സ്തോത്രം. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ, അതുകൊണ്ടല്ലേ നമ്മൾ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഇനി എങ്ങനെയെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ, ഒരു ദൂതനെ പോലെ, ഒരു ആലോചനയായിട്ട്, ഒരു വാഗ്ദത്തമായിട്ട്, ഒരു വെളിപ്പാടായിട്ട്, ഇല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും അഭിഷിക്തന്മാരിൽ കൂടെ കേൾക്കുന്ന വചനത്തിൻ്റെ ശബ്ദമോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടിൻ്റെ വരികളോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വാചകങ്ങളോ നമ്മളെ ബലപ്പെടുത്താറുണ്ട്. എന്തുവെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിൻ്റെ താളം, ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും ഓരോ സ്പന്ദനവും അറിയുന്ന ഒരുവൻ നമ്മുടെ ദൈവം മാത്രമാണ്, അല്ലേ? അപ്പോൾ ഹൃദയത്തെ വായിക്കാൻ അറിയുന്ന ദൈവമായതുകൊണ്ട് തന്നെ ഹൃദയത്തിനകത്തിരിക്കുന്ന സകലത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ആരെന്ന് ചോദിച്ചാൽ അതിനും മറുപടി ദൈവമെന്ന് തന്നെയാണ്, അല്ലേ? ഒരിക്കലും നമ്മുടെ മനസ്സ് മറ്റൊരാളിനോ, ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് നമുക്കോ ആഴത്തിൽ ചിന്തിക്കുവാനോ വായിച്ചെടുക്കുവാനോ നമുക്ക് കഴിയുന്നതല്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായേനെ. പക്ഷേ ബൈബിളിൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നൊരു വാക്കാണ്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ നിൻ്റെ മുൻപിൽ വച്ചിരിക്കുകയാണ്. അടുത്ത് പറയുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾ തള്ളപ്പെടുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ ദൈവത്തോട് നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് പോലും മറുപടികൾ ലഭ്യമാകാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഞരങ്ങിപ്പോകുന്ന മേഖലകളുണ്ട്, അല്ലേ? എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്?
സ്തോത്രം, നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള സത്യമാണെങ്കിലും അടുത്ത് പറയുന്ന വാചകം കൃത്യമല്ലേ? സ്തോത്രമല്ലേ? നമ്മുടെ ഞരക്കം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. 78-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച്, അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഒരു മനുഷ്യന് നൽകാൻ കഴിയാത്തൊരു കാര്യമാണ് ദൈവത്താൽ അവിടെ സാധ്യമായി വന്നല്ലേ. നമ്മൾ ആഗ്രഹിച്ചതിനെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. 145-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അപ്പം ആഗ്രഹങ്ങൾക്ക് പിറകിൽ അത് നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം ഭാരപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മുടെ ഹൃദയം ഞരങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മുടെ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകി തരുമെന്നുള്ള തിരുവചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളെ അവിടെ നിന്ന് നിവർത്തീകരിച്ചാട്ട് എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.